ഹായ് ഓൾ. ഇങ്ങനെ പറഞ്ഞ് ഞാനൊരു വ്ളോഗ് എടുക്കുകയാണ് ഗൈസ്. ഇതിപ്പോൾ എൻ്റെ രണ്ടാമത്തെ വ്ളോഗാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹൈസ്റ്റാണ്. എന്തിൻ്റെയാണെന്നല്ലേ, വേറൊന്നുമല്ല. ഞാൻ ഈ ലോകം മൊത്തം മഞ്ചാടിക്കുരു തപ്പി നടന്നിട്ടുള്ള ഒരാളാണ്. പക്ഷെ എൻ്റെ വീട്ടിലും ഉണ്ടായിരുന്ന ഒരെണ്ണം ഞാനത് കണ്ടില്ല. അപ്പോൾ ഇന്ന് നമ്മൾ അതിനെ തപ്പി പിടിക്കാൻ പോകും. അമ്മച്ചി പറഞ്ഞു ഇവിടെ പുറകിലായിട്ട് മഞ്ചാടി ഉണ്ട്, അതിൻ്റെ കുരു വീഴുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല, അത് പൂ പിടിച്ചിട്ടുണ്ട്. അപ്പം നമുക്കതൊന്ന് പോയി കാണാം. എന്നിട്ട് എന്താ തീരുമാനം ഉണ്ടാക്കേണ്ടതെന്നൊക്കെ ഉണ്ടെങ്കിൽ അത് പെറുക്കിക്കൊണ്ടും വരാം. അപ്പോൾ ഇങ്ങനെ പോവല്ലേ, അവിടെ ചെന്നിട്ട് കാണാം. ഞാനിപ്പോൾ ഇറങ്ങിയപ്പോഴത്തേക്കാണ് കണ്ട ആ മരത്തെ ഇരിക്കുന്ന ആരാന്ന് കണ്ടോ? എനിക്കും ഒരു ഐഡിയ ഇല്ല ആരാന്ന്. പക്ഷെ ആരോ എന്നിട്ടാണ് ഇങ്ങനെയൊക്കെ. പോയി 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 ശേ, ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടുകൊണ്ടത് പോയതാ. പോട്ടെ, സാരമില്ല. നമുക്ക് അടുത്ത ഇതിൽ പിടിക്കാം. അപ്പം ഞാനിപ്പം തൽക്കാലത്തേക്ക് നമ്മുടെ മഞ്ചാടിയുടെ പുറകെ പോവാ. മഞ്ചാടി, കുരുവി, ചെടി എല്ലാം കൂടെ കൺഫ്യൂഷൻ ആകുന്ന ലക്ഷണമാണ്. പോട്ടെ, പുറകിലോട്ട് പോകണം. ഇവിടെ മൊത്തം അപ്പടി കിളിയാന്നേ, എന്നാ ചെയ്യാനാ. നല്ലതാണ്. അങ്ങോട്ട് പോണ വഴിക്ക് പിന്നെ പാമ്പുണ്ടോയെന്ന് സംശയമുണ്ട്. അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ മഞ്ചാടി മരം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പൂവാണ്. പുറത്തിറങ്ങിയിട്ട് വർത്തമാനം പറയാൻ നല്ല ചമ്മലുണ്ട്. നാട്ടുകാരുമായിട്ട് അടിയുണ്ടാക്കാനൊന്നും ഒരു ചമ്മലും ഇല്ല. ഓക്കെ, ഇതിൻ്റെ കുരു ഇവിടെ എങ്ങാനും ഉണ്ടോയെന്ന് നോക്കാം. കുരു കിടന്നാൽ മതിയായിരുന്നു. ഒരു കുരു പോട്ടെ, 2 കുരു. ഇത് വെറുതെ മഞ്ചാടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, കുരു വേണ്ടേ. ഇവിടെ മൊത്തം പൂവ് കിടക്കുന്നു. ഞാൻ ആപ്പല് വാങ്ങാൻ കുരു ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് നോക്കാം. വീണോണ്ടിരിക്കുക അതെന്ന് മരത്തേന്ന്. നല്ല കാറ്റുള്ള പ്രദേശമാണ്. പക്ഷെ മഞ്ചാടി പോയിട്ടൊരു ഒന്നുമില്ല. നടന്നു പോയേക്കാം. മഞ്ചാടിയാണോ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് തോന്നുന്നില്ല മഞ്ചാടിയാണോ. അമ്മച്ചിയാണ് പറഞ്ഞു മഞ്ചാടിയൊന്നും തരുന്നു. ടിവിക്കാർ വന്നിട്ട് മറ്റേ മരമെല്ലാം വെട്ടിക്കളഞ്ഞ്. അപ്പുറത്തത് നമ്മുടെയൊക്കെ ഒരു പറമ്പ് തന്നെയാണ്. അപ്പം അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. പിന്നെ പോവാം. ഉണ്ടോന്നേ ഇളത്ത ചക്ക. ഇത് വലുതായിട്ട് വേണം വിഷുവിന് കണി വെക്കാനായിട്ട്. വലുത് വെക്കത്തില്ല അല്ലേ, ചെറുതല്ലേ വെക്കത്തുള്ളൂ. വേറെ ഉണ്ടോയെന്ന് നോക്കാം നമുക്ക്. ഉണ്ട്, ഒരു മിനിയേച്ചർ സാധനം അവിടെ കിടപ്പുണ്ട്. കാണാമോ? ഉണ്ട്. വേറെ ഇല്ല. തന്നെ നാട്ടുകാർക്ക് എന്നെ പറ്റിയിട്ട് നല്ല അഭിപ്രായം. അപ്പം പിന്നെ ഇതുമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്നാ പറയുമെന്ന് അറിയാമല്ലോ. മഞ്ചാടി തപ്പിപ്പോയതാ, 3G പോയി. അപ്പം മഞ്ചാടി ഇല്ല, വേറെ വല്ല സാധനം ഉണ്ടാവും തപ്പം. കുറെ കിളി. ദൈവമേ, ഒരു തൊപ്പി വെച്ച കിളി കാണുന്നുണ്ടോ? തൊപ്പിക്കിളി. അവിടെ ഇരിക്കുന്നേ, ഫോട്ടോ ഒന്നും എടുക്കട്ടെ. പോയി. എടാ, അത് 5-6 ഉണ്ട്. നിക്ക് പോകാൻ പറ്റ കണ്ടോ? ഇത് ആരൊക്കെയാ ഇരിക്കുന്നേ? ഒത്തിരി പേരുണ്ട് കേട്ടോ തൊപ്പിക്കിളികള്. തൊപ്പി വെച്ചാൽ 5-6 കിളിയെ കിട്ടിയിട്ടുണ്ട്. അപ്പം സപ്പോട്ട മരത്താല അവരുടെയൊക്കെ പരിപാടി. അപ്പം എന്നെ അത്രയൊക്കെ ഉള്ളൂ. എന്താ പറയണ്ടേ ചെയ്യണ്ടതെന്നൊന്നും വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പോൾ തുടങ്ങിയതല്ലേ ഉള്ളൂ. അപ്പം എന്താ ചിറ്റാനടിക്കാം. വേറെ ഒന്നും പറയാനും ചെയ്യാനും ഒന്നും അറിഞ്ഞുകൂടാ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇമ്പ്രൂവ് ചെയ്യേണ്ട എന്തൊക്കെയാണെന്ന് പറയുക, താഴെ പറഞ്ഞാൽ മതി. അപ്പം അത്രേ ഉള്ളൂ. ടാറ്റാ.